+2 ബയോളജി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ധീരമായിട്ടുള്ള തീരുമാനമായിരിക്കും. എന്ന് വെച്ചാൽ അതൊരു ധൈര്യം വേണം. കാര്യം നമ്മൾ അതുവരെ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ അത്യാവശ്യം സിനിമ കാണാനൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുള്ളതല്ലാതെ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. കമ്പ്യൂട്ടർ ഫീൽഡാണ് കുറച്ചും കൂടെ നല്ലത്. പാർക്കിലൊക്കെ ജോലി അങ്ങനെ ഒരു ഫ്യൂച്ചർ വെച്ച് അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നാൽ BCA എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് BCAയിലോട്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ നല്ലപോലെ വെള്ളം കുടിച്ച് കാണുമല്ലോ. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് സെമ്മിൽ പോയിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വലിയ വലിയ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ പഠിച്ച് വന്നവർ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ തട്ടിമുട്ടിയും ജയിച്ച എല്ലാ സെമ്മും ജയിച്ചങ്ങ് പോയി. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എനിക്ക് UL സൈബർ പാർക്കിൽ കാലിക്കറ്റ് ഒരു PHP ഡെവലപ്പറായിട്ട് ജോബ് കിട്ടിയായിരുന്നു. അവിടെ ഒരു 6 മാസം ഞാൻ വർക്കും ചെയ്തു. മൺഡേ ടു സാറ്റർഡേ ലീവും ഇല്ല, ഫുൾ ടൈം വർക്ക് മാത്രമായിട്ട് ഒരു ഫ്രീഡം ഇല്ലാത്ത പോലെ. അപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടെസ്റ്റിംഗ് പഠിച്ചാലോ അങ്ങനെയാണ് വൺ ടീമിൽ ചേരുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു വൺ ടീം ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വൺ ടീമിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിച്ച് കോഴ്സ് തുടങ്ങി ഒരു മാസത്തിനകം തന്നെ ഇൻഫോ പാർക്ക് ബേസിലുള്ള കമ്പനിയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് ജോലിക്ക് കയറിയ സാൻജോ ആണ്. അപ്പോൾ സാൻജോയുടെ കഥ നമുക്ക് എന്താണെന്ന് കേൾക്കാം. സാൻജോ എങ്ങനെയാണ് ജോലിയിലേക്ക് എത്തിയത്, സാൻജോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കാനുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാൻജോ, വെൽക്കം ടു വൺ ടീം ടോക്സ്. വയനാടാണ് സ്വദേശം എന്ന് പറഞ്ഞു. വയനാടാണ്. വയനാട് സ്ഥലം? വയനാട് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി വഴിയാണ്. ഓക്കെ. സാൻജോ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടെസ്റ്ററായിട്ടാണ്. നമുക്ക് അതിലേക്ക് വരാം. അവിടെ നിൽക്കട്ടെ. അതിന് മുൻപ് എനിക്കൊന്ന് +2 തൊട്ടുള്ള ഒരു ജേണി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് തോന്നുന്നു. സാൻജോ +2 ഏതായിരുന്നു പഠിച്ചത്? +2 ഞാൻ ആക്ച്വലി ബയോളജി സയൻസ് ആയിരുന്നു പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ടെസ്റ്ററിങ്ങിലേക്ക് വന്ന് നിൽക്കുന്നു. അതെ. +2 കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി BCA ആയിരുന്നു അല്ലേ? ഡിഗ്രി BCA. ശരിക്കും അന്ന് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി BCA തന്നെ ചെയ്യാമെന്നായിരുന്നോ പ്ലാൻ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, ആക്ച്വലി ഞാൻ +2 ബയോളജി സയൻസ് പഠിച്ചത് കാരണം മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാനായിരുന്നു താല്പര്യം. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് മംഗലാപുരം ഒക്കെ ഭാഗത്തൊക്കെ, കർണാടക ഭാഗത്തോട്ടൊക്കെ അത്യാവശ്യം നല്ല കോളേജസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ മംഗലാപുരം പോയി അവിടെ ഒരു 2-3 കോളേജ് നോക്കി. BC അനസ്തേഷ്യ എന്നിട്ടുള്ള കോഴ്സ് ചെയ്യാനായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ. അങ്ങനെ സ്പെസിഫിക് ചെയ്യാൻ റീസൺ? അത് ബയോളജി പഠിച്ച് വന്ന് പിന്നെ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാം. പിന്നെ അനസ്തേഷ്യ കോഴ്സ് അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ ഒരു അനസ്തേഷ്യസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല ഒരു ഡോക്ടറുടെ ഒരു ഇത് കിട്ടും പോലെയാണ്. അങ്ങനെ ഒരു ചിന്താഗതി, അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ ജോബ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്, പിന്നെ ഭയങ്കര കെയറിങ്, നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു പണിയാണ്, നമ്മുടെ ഒരു അശ്രദ്ധ കാരണം ഒരു രോഗി ചിലപ്പോൾ മരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ അങ്ങനെ അവിടെ എൻ്റെ ഒരു അങ്കിൾ ഉണ്ട് ആക്ച്വലി. അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ BCA അത്യാവശ്യം എല്ലാവരും എടുക്കുന്ന കോഴ്സാണ്. BCAൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിട്ടൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പ് ഉണ്ടാവും, അതൊക്കെ പഠിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ബോയ്സ് ആണല്ലോ, അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ ഫീൽഡാണ് കുറച്ചും കൂടെ നല്ലത്, ഇൻഫോ പാർക്കിലൊക്കെ ജോലി, അങ്ങനെ ഒരു ഫ്യൂച്ചർ വെച്ച് അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നാൽ BCA എടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് BCAയിലോട്ട് വന്നത്. അത് ശരിക്കും അപ്പോൾ മംഗലാപുരം എന്നുള്ളത് ഉറപ്പിച്ചായിരുന്നോ? മംഗലാപുരം കാരണം എൻ്റെ അമ്മേൻ്റെ ആങ്ങളെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അവരുള്ളതുകൊണ്ട് പിന്നെ അവിടേക്ക് അങ്കിള് അപ്പോൾ അവിടെ പോയി പഠിച്ച് അവരുടെ ഇടയ്ക്ക് നോക്കിക്കോളൂല്ലോ, ഇതില് വീട്ടുകാർ വിട്ടതാണ്. വഴിതെറ്റി പോകാൻ സാധ്യത കുറവായിരിക്കും, അങ്ങനെ പറഞ്ഞാൽ അവിടേക്ക് പോയതാണ്. ഓക്കെ. അപ്പോൾ അവിടെ പക്ഷെ അപ്പം അനസ്തേഷ്യ ആണെങ്കിലും അവിടെ തന്നെ പഠിക്കാമെന്നായിരുന്നു തീരുമാനം? അനസ്തേഷ്യ ആണെങ്കിൽ അവിടെ തന്നെ, കാരണം കർണാടക പുറത്തു പോയിട്ട് പഠിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു കർണാടകയിൽ. അപ്പോൾ അങ്ങനെയാണ് മംഗലാപുരത്തോട്ട് പോയത്. അതെന്താ അങ്ങനെ ആലോചിച്ചിരുന്നത്? ഭാഷാപരമായിട്ടുള്ളൊരു അത് കിട്ടാനാണോ? കാരണം പുറത്തു പോയി പഠിക്കുമ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ സെറ്റ് ആവും, ആ ഒരു മൈൻഡിൽ. പിന്നെ അങ്ങനെ ബാംഗ്ലൂരൊക്കെ ഞങ്ങൾ 2-3 കോളേജൊക്കെ പോയി നോക്കിയായിരുന്നു. പിന്നെ ഇവിടെ മംഗലാപുരത്ത് അങ്കളുള്ളതുകൊണ്ട് പിന്നെ ആ ഏരിയയിൽ തന്നെ അത്യാവശ്യം മെഡിക്കൽ കോളേജസ് നല്ലോണം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. മംഗലാപുരം മറ്റേ ഫാദർ മുള്ളേഴ്സ്, മണിപ്പാലുണ്ട്, എന്നെപ്പോയ അങ്ങനെ കുറെ വലിയ വലിയ കോളേജസ് ഉണ്ട് മെഡിക്കലിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ പോയതാണ്. അവസാനം അങ്ങനെ BCA എടുത്തു. അല്ല, ഈ അനസ്തേഷ്യ എന്നുള്ള പ്ലാൻ, മെഡിക്കലിലേക്കുള്ള പ്ലാൻ ശരിക്കും സാൻജോ തന്നെയാണോ പ്ലാൻ ചെയ്തതോ വീട്ടുകാരായിരുന്നോ? ഇല്ല, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അനസ്തേഷ്യ പഠിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് വീട്ടുകാരിലേക്ക് വരാം. വീട്ടിലാരൊക്കെ ഉണ്ട് സാൻജോയുടെ? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിയുണ്ട്. അച്ഛൻ എന്താ ഒരു നാട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണ്. അനിയത്തി എന്താ ചെയ്യണേ? അനിയത്തി ഇപ്പൊ BSc നഴ്സിംഗ് കഴിഞ്ഞ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. മംഗലാപുരത്ത് തന്നെ പഠിച്ചു. അനിയത്തി പക്ഷേ മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തി. അനിയത്തി മെഡിക്കൽ ഫീൽഡിലെത്തി. ഓക്കെ. നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ആ പഠിച്ച മെഡിക്കൽ കോളേജിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ശരി. അപ്പോൾ അങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷേ +2 ബയോളജി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ധീരമായിട്ടുള്ള തീരുമാനമായിരിക്കും. എന്ന് വെച്ചാൽ അതൊരു ധൈര്യം വേണം. കാര്യം നമ്മൾ അതുവരെ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ അത്യാവശ്യം സിനിമ കാണാനൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുള്ളതല്ലാതെ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ നല്ലപോലെ വെള്ളം കുടിച്ച് കാണുമല്ലോ? അതെ. എനിക്കവിടെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് തൊട്ട് എല്ലാ സാധനങ്ങളും പഠിപ്പിക്കും, അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ കയറുന്നത്. ഫസ്റ്റ് ഇയർ കയറുന്നത്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് സെമ്മിൽ പോയിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വലിയ വലിയ പ്രോഗ്രാമുകൾ
കമ്പ്യൂട്ടർ പഠിച്ചു വന്നവർ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ 2-3 പേരുണ്ടായിരുന്നു ബയോളജി പഠിച്ചതിനെ പോലെ തന്നെ. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ തട്ടിമുട്ടിയും ജയിച്ച എല്ലാ സെമ്മും ജയിച്ചങ്ങ് പോയി. പിന്നെ തേർഡ് സെമ്മ് കുറച്ച് സമയം കൊറോണ വന്നു. അല്ല സപ്ലിമെന്ററി അടിച്ചിട്ടില്ല? ഇല്ലില്ല. അത് ഒരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ അത് പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം കാണപ്പാടം പഠിച്ചുകൊണ്ട് പോയിട്ടാണ് അപ്പൊ ലാബോ? ലാബ് അങ്ങനെ തന്നെ. പ്രോഗ്രാം ഒരു ലാബ് സൈക്കിളിൽ ഉണ്ടാകുന്ന പ്രോഗ്രാംസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാകും. അപ്പോൾ 10-30 പ്രോഗ്രാം ഉണ്ടാകും. അത് മൊത്തം പഠിച്ചിട്ട് പോകും. അതിലേതെങ്കിലും ആയിരിക്കും 2 വരിക. അപ്പോൾ അങ്ങനെ എഴുതും. പിന്നെ ഒരു 5th സെമ്മൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം ലോജിക്കൊക്കെ വെച്ച് മനസ്സിലാക്കി. അങ്ങനെ ചില ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പിള്ളേരും അറിയും, നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി ഇത് ചെയ്യാൻ സുഖമാണ്. നമ്മൾ കാണപ്പാടം ഫുൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുത്തു മറന്നു പോയാൽ പെട്ടുപോവുക. സത്യം. ഇപ്പോൾ ഒരു സെമിക്കോളൻ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രോഗ്രാം മൊത്തത്തിൽ എവിടെയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ലോജിക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്ത് പഠിച്ചാൽ എളുപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ലോജിക്ക് വെച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് ശരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി. പിന്നെ അതായത് 5th സെമസ്റ്റർ ഒക്കെ ആയി, അതായത് ഫൈനൽ ഇയർ ആയപ്പോഴാണ് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നത്. ഓ അപ്പോൾ ഈ ലാബിൽ അപ്പം മിക്കവാറും ഈ നമ്മളെ പഠിപ്പിച്ച പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അത് കാണാപ്പാടം പഠിച്ചു പ്രോഗ്രാംസ് തന്നെ ആയിരിക്കും വരിക. പക്ഷെ അത് നല്ല പണിയല്ലേ ഇത് കാണാപ്പാടം പഠിച്ചു വെക്കാൻ? ഒരു പ്രോഗ്രാം തന്നെ ഇപ്പോൾ 3-4 പേജൊക്കെ ഉണ്ട്. ഡാറ്റാ സ്ട്രക്ചറിന്റെ പ്രോഗ്രാം ഒക്കെ 3-4 പേജൊക്കെ ഉണ്ടാവും. കുത്തിയിരുന്ന് പഠിക്കും. ശരി. അപ്പൊ ഈ പറഞ്ഞ ഒരു അപ്പൊ ഫസ്റ്റ് ഇയറിൽ ആദ്യം പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാ? ആദ്യം C-യും C++ ആയിരുന്നു. അടിപൊളി. അത് C എന്ന് പറയുന്നതിന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ടഫ് അല്ലേ? ലാബ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ? ലാബ് ഉണ്ടായിരുന്നു, എല്ലാ സെമ്മിലും ലാബ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് പക്ഷെ ഇപ്പോൾ ഇടയ്ക്ക് ഈ പറഞ്ഞ മിനി പ്രൊജക്റ്റ് വരും, അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് വരും, ഇടയ്ക്ക് എനിക്കൊരു സെമിനാർ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും അവിടെയും ശരിക്കും ടഫല്ലേ? അതായത് ഇപ്പോൾ മിനി പ്രൊജക്റ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, നമ്മൾ പതിയെ ഒന്ന് പഠിച്ച് ട്രാക്കിലേക്ക് വീഴാൻ തുടങ്ങുന്നേ ഉള്ളൂ, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനമൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, ഈ മിനി പ്രൊജക്റ്റ് മെയിൻ പ്രൊജക്റ്റ് ഒക്കെ? ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം നല്ല എക്സ്പേർട്ടുകൾ ഉണ്ടായിരുന്നു, പ്രോഗ്രാമിംഗ് നല്ലോണം അറിയാവുന്നവർ. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ചെയ്തു പോയി. അപ്പം മെയിൻ പ്രൊജക്റ്റ് ഒക്കെ അന്ന് ചെയ്ത് ഏതിലാന്നൊക്കെ ഓർമ്മയുണ്ടോ? മെയിൻ പ്രൊജക്റ്റ് PHP ചെയ്തത്. മെയിൻ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടീമായിട്ട്, ഡിഗ്രീൻ്റെ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ 3 പേരുള്ള ടീമായിട്ടാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോഡിങ് ഒരു ഭാഗം, ഒരാൾ ഡിസൈനിങ് ഒരു ഭാഗം, ഡോക്യുമെന്റേഷൻ, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തതുകൊണ്ട് അതങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങ് പോയി. അപ്പം എനിക്കൊന്ന് ഫൈനൽ ഇയർ ആയപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു എത്തുംപിടിയൊക്കെ കിട്ടാൻ തുടങ്ങി, ഏറെക്കുറെ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ വലിയ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് MCA ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് പിന്നെ MCA എന്തായാലും ഡിഗ്രി കഴിഞ്ഞ് PG കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ജോബ് നോക്കാൻ വിചാരിച്ച് അങ്ങനെ MCA ചെയ്തത്. അതെന്ത് പറ്റി ആ സമയത്ത് ഒരു ജോബ് നോക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാര്യം? BCA കഴിഞ്ഞ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ സാധാരണ ജോലി കിട്ടാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്, പക്ഷേ PG കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് PG പഠിച്ചത്. ആ വിചാരം സത്യമായിരുന്നോ? ആ വിചാരം സത്യമാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കയറിയാൽ മതിയായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട്, കാരണം അത്ര എക്സ്പീരിയൻസ് ആയേനെ. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ PG എന്നുള്ളൊരു എഡ്യൂക്കേഷൻ കൂടുതലുണ്ട്. MNC-യിലൊക്കെ ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്തവർക്ക് MNC-കളിൽ കിട്ടാൻ ചാൻസ് കുറവാണ്, വളരെ ചാൻസ് കുറവാണ്. റയർലി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് MNC കിട്ടാത്ത കുറേ പേരുണ്ട്. ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പാസ്, അതായത് ഡ്രോപ്പ് ഔട്ട് ആയതാവാം, സപ്ലിമെന്ററി ഉള്ളത് എഴുതിയെടുക്കാൻ പറ്റാതാവാം അല്ലേ? അങ്ങനെയാവും. പിന്നെ അതുകൊണ്ട് MNC കിട്ടണമെങ്കിൽ ഡിഗ്രി വേണം. അതുപോലെ PG കൂടെ ചില കമ്പനിയിൽ PGയും ഡിഗ്രിയും മാൻഡേറ്ററി ആയിട്ടുള്ളുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊരു പഠിച്ചതുകൊണ്ട് നഷ്ടമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം പുതിയ അറിവുകൾ കിട്ടി. അതെ, PG വരെ പഠിച്ചാന്ന് നാലോട് പറയുമെങ്കിലും ചെയ്യാം, നമ്മൾ MCA-കാരനാണ് എന്ന് പറയാം. അങ്ങനെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ MCA ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുകാർ എന്ത് പറഞ്ഞു? ഇല്ല, വീട്ടുകാരൊന്നും പറഞ്ഞില്ല, ചെയ്തോളാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് എപ്പോഴും, അതായത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്, എന്താണെങ്കിലും പഠിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു. 2 വർഷത്തെ PG കൊണ്ട് ഇപ്പം അക്കാഡമിക്കലി എന്നുള്ളത് മാറ്റി നിർത്താം, അല്ലാതെ സാൻജോയ്ക്ക് കിട്ടിയ ഒരു ടേക്ക് അവേസ് എന്തൊക്കെയായിരിക്കും? അതായത് ഇപ്പോൾ ഓക്കെ നമുക്ക് പുതിയ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടാവാം, അതല്ലാതെ വേറെ എന്തൊക്കെയായിരിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്? അതല്ലാണ്ട് പുതിയ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റി. മൂവാറ്റുപുഴ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഈ ലീവ് കിട്ടുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുമല്ലോ, അങ്ങനെ തൊടുപുഴ, മൂവാറ്റുപുഴ, അങ്ങനെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും പോയി, രസമായിരുന്നു. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി എന്തൊക്കെയായിരിക്കും ഒരു അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ടാവുക? പുതിയ സ്വന്തമായിട്ട് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സെമ്മിലാണല്ലോ അത്യാവശ്യം പ്രോഗ്രാമിംഗ് ആയിട്ടൊരു ഇത് വന്നത്. അപ്പോൾ PG കൂടെ ചെയ്തപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് സെമ്മിൽ തന്നെ ഏകദേശം എല്ലാ പ്രോഗ്രാമും ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റുമായിരുന്നു, കേപ്പബിൾ ആയി. കാരണം PGക്ക് വരുമ്പോൾ നമ്മുടെ BCA കഴിഞ്ഞവർ മാത്രമല്ല, അതിൽ BSc കെമിസ്ട്രി പഠിച്ചവരുണ്ട്, ഫിസിക്സ് പഠിച്ചവരുണ്ട്, വേറെ കുറേ
സബ്ജക്റ്റ് പഠിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ അവരെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിഗ്രിക്ക് പോയപ്പോഴുള്ള സമയത്ത് ഞങ്ങളുടെ അവസ്ഥയായിരുന്നു. കാരണം ബയോളജി പഠിച്ച് ഞങ്ങൾ ഡിഗ്രിക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നോ അതേപോലെയായിരുന്നു BS കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ പഠിച്ച് തന്നവർ MC എടുക്കുമ്പോൾ. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു പെട്ടെന്ന്. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കിങ് ആയി. അതായത് ആ സമയത്ത് ഏറെക്കുറെ എല്ലാം അതൊക്കെ ഈ പ്രോഗ്രാം പണ്ടുതൊട്ട് പഠിച്ച സാധനം തന്നെയായിരുന്നു അവിടെയും ഫസ്റ്റ് സെമ്മിൽ. കാരണം ഇവർക്കും കൂടെ പഠിച്ചൊപ്പം എത്തണമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമുകളായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ മെയിൻ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തില്ലായിരുന്നു MCA കഴിഞ്ഞിട്ട്? MCA മെയിൻ പ്രൊജക്റ്റ് പൈത്തണിലാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതെന്താ പൈത്തൺ ചൂസ് ചെയ്യുന്നതിന് കാരണം ഉണ്ടോ അതോ? ഇല്ല, മിനി പ്രൊജക്റ്റ് PHP ചെയ്തു, മെയിൻ പ്രൊജക്റ്റ് പൈത്തൺ ചെയ്തു. ഓക്കെ, പൈത്തൺ ജാങ്കോയിൽ. പക്ഷേ എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം സഞ്ജുയുടെ കേസിൽ, സഞ്ജു ഓക്കെ ഡിഗ്രി BCA പഠിച്ചു, അത് കഴിഞ്ഞിട്ട് PG MCA ചെയ്തു. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് പ്രോഗ്രാമിങ് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പറ്റില്ല അല്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടായി. പ്രോഗ്രാമിങ്ങിലേക്ക് എന്തായാലും വരാൻ താല്പര്യം ഇല്ല എന്നൊരു തോന്നലുണ്ടായെന്ന് തോന്നുന്നു. എനിക്കൊന്ന് MCA കഴിഞ്ഞൊരു ജോലി കിട്ടി അല്ലേ? MCA കഴിഞ്ഞ് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് UL സൈബർ പാർക്കിൽ കാലിക്കറ്റ് ഒരു PHP ഡെവലപ്പറായിട്ട് ജോബ് കിട്ടിയായിരുന്നു. അവിടെ ഒരു 6 മാസം ഞാൻ വർക്കും ചെയ്തു. പിന്നെ അവിടെ സാറ്റർഡേ ഒക്കെ വർക്കിംഗ് ആയിരുന്നു. പിന്നെ മൺഡേ ടു സാറ്റർഡേ ലീവും ഇല്ല, സൺഡേ മാത്രമേ ആകെ ലീവ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഇൻഫോ പാർക്ക് ഇവിടെ താഴെ ഇവിടെയായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആയ പോലെ ഒരു തോന്നി. പിന്നെ ഈ സാറ്റർഡേ ഒരു വർക്കിംഗ് ആണല്ലോ, ഫുൾ ടൈം വർക്കിംഗ് മാത്രമായിട്ട് ഒരു ഫ്രീഡം ഇല്ലാത്ത പോലെ. അപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടെസ്റ്റിംഗ് പഠിച്ചാലോ. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണ് ടെസ്റ്റിംഗ്, എങ്ങനെയാണ് പഠിക്കാൻ എളുപ്പമാണോ, ജോലി സാധ്യതയുണ്ടോ, സ്കോപ്പൊക്കെ ഉണ്ടാവും, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ കുഴപ്പമില്ല, അവർ പഠിക്കാൻ എളുപ്പമാണ്, ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും, നീ പോരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നതാണ്. അങ്ങനെയാണ് വൺ ടീം തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിംഗ് എന്നുള്ളൊരു ചോയ്സ് വരാൻ കാര്യം എന്താണ്? ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ? അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഡെവലപ്മെൻറ്റിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കുറവായിരുന്നു. കാരണം അവിടെ ഭയങ്കര കുറേ പ്രൊജക്ട്സും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മാറി ഒരു പ്രൊജക്റ്റിൽ തന്നെ ഇരിക്കാൻ സമയം കിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റ് വന്ന് അതിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെൻഡിങ് ആയിട്ട് വെക്കുന്ന പ്രൊജക്ട്സ് ഉണ്ടാവുമല്ലോ, ക്ലയൻറ്റിൻ്റെ അത്യാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഓരോന്ന് വരുമ്പോൾ അങ്ങനെ മാറി ഇരുന്നിട്ട് നമുക്ക് എപ്പോഴും ഒരു ഫുൾ ടൈം പണിയായിരിക്കും. അതായത് ഒരു പ്രൊജക്റ്റിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. ഓടി നടന്ന് പല പ്രൊജക്റ്റിൽ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ട് എൻഡ് ആയിരിക്കും, ഒരെണ്ണത്തിൻ്റെ ബാക്ക് എൻഡ് ആയിരിക്കും, ഒരെണ്ണത്തിൻ്റെ UI ഡിസൈനിങ് ആയിരിക്കും. ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ടത്. ഇതിലൊക്കെ ഇരിക്കേണ്ടി വരും. ശരി. അപ്പോൾ അങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ക്ലയൻറ്റിന് കൊടുക്കണമല്ലോ. പിന്നെ പുതിയ റിക്വയർമെൻറ്റ്സ് നമുക്ക് അറിയാത്ത സാധനങ്ങളൊക്കെ എത്ര ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് വരും, നമുക്കൊരു സ്ട്രെസ് വരും, പ്രഷർ വരും. പിന്നെ അവിടെ ഞാൻ റൂമിൽ തന്നെ ഒറ്റയ്ക്കായിരുന്നു. കാരണം വേറെ ഫ്രണ്ട്സ് കമ്പനിയിൽ അത്യാവശ്യം കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും റൂമിൽ പോയാലും പിന്നെ ഫ്രണ്ട്സ് ഇവിടെ കൂടെ പഠിച്ചവരാരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിലൊരു വൈബ് മിസ്സിങ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ ആകുമ്പോൾ ഇവരോട് പഠിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ റൂമിൽ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ഒരു പുതിയ കോഴ്സ് പഠിക്കുകയും ചെയ്യാം, പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ടീമിൻ്റെ കൊച്ചി ഓഫീസിലാണ് ജോയിൻ ചെയ്യുന്നത്. അതെ, ജനുവരിയിലാണ് ജോയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. 2025 ജനുവരി, 2024 ഡിസംബറിൽ. അപ്പോൾ കോഴ്സ് തുടങ്ങുന്നു, സാൻഡ്രയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇൻ്റർവ്യൂ, നേരത്തെ ഒരു വോക്ക് ഇൻ ഡ്രൈവിന് നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ക്ലാസ് തുടങ്ങി, ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ടായിരുന്നു? ക്ലാസ് എനിക്ക് 1.5 മണിക്കൂർ വെച്ച് ഉണ്ടായിരുന്നല്ലോ എല്ലാ ദിവസവും. അത് 11 മണി തൊട്ട് 12 വരെ ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസം അങ്ങനെ പോയി വരികയായിരുന്നു. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇപ്പോൾ സൊമാറ്റോ ഒക്കെ ഓടാൻ പോകാറുണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ടെസ്റ്റിംഗ് പഠിക്കാൻ വന്നപ്പോൾ ആൻറ്റീൻ്റെ ചെയ്യുന്നൊരു ഇച്ചിരി പൈസ മേടിച്ചിട്ടാണ് വന്നത്. കാരണം വീട്ടിൽ ചോദിക്കുന്ന ഒരു ഇതാണല്ലോ, ഇത്രയും പഠിച്ചിട്ട് ഇനിയും അവിടെ നിന്ന് ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് പിന്നെ വീട്ടിൽ ചോദിക്കുമ്പോൾ ഒരിത്. അതുകൊണ്ട് പിന്നെ ആൻറ്റീനോട് ചോദിച്ചു, ആൻറ്റി വന്ന് അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു മൈൻഡിൽ ഇറങ്ങി. അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് സൊമാറ്റോ ഓടാനൊക്കെ പോകുമായിരുന്നു. നല്ല കാര്യം. മറ്റേ ജോലി, കാലിക്കറ്റ് ജോലി, അത് വിട്ടു എന്നുള്ളത് ശരിക്കും റിസ്ക് ഉണ്ടല്ലോ അതിനകത്ത്. കാരണം വെച്ചാൽ ഒന്ന് കാലിക്കറ്റാണ്, സൈബർ പാർക്ക് ബേസ്ഡ് കമ്പനിയാണ്, വീടിൻ്റെ താരതമ്യേന അടുത്താണ്, വീട്ടുകാരുടെ പ്രഷർ വരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്തേ? അതെൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു, അവിടെ ഞാൻ ഇറങ്ങിയാലോ, പണിയാവുമോ, ഇനി വേറെ ജോബ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ, നമുക്ക് അതിലും കൂടുതൽ സാലറി ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അങ്ങനെ അവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഏകദേശം സൊമാറ്റോ ഓടിയാൽ തന്നെ ഏകദേശം ഒരു ദിവസം ഒരു 500-600 രൂപ വെച്ച് കിട്ടും. ശരി. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു മാസം കൊണ്ട് അവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാം, ഇവിടെ സൊമാറ്റോ ഓടി തന്നെ ഉണ്ടാക്കാം. ആ ഒരു ചിന്ത വന്നു. പിന്നെ നമുക്കൊരു കോഴ്സ് പഠിക്കുകയും ചെയ്യാം,
അതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുകയും ചെയ്യാം, ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ വെച്ചങ്ങ് ഇറങ്ങി. എല്ലാം കൊണ്ടും കുറെ പോസിറ്റീവ്സ് വന്നു അല്ലേ? അല്ല ഞാൻ ചോദിക്കാം, അത് ഓക്കെ, അതിപ്പോൾ സാൻജോ അത് ഡിസിഷൻ എടുത്തു, പക്ഷേ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരുന്നോ? വീട്ടുകാർ പിന്നെ ഞാൻ കുറേ പറഞ്ഞു ഇങ്ങനെ ഇറങ്ങുക, പക്ഷെ അവരെല്ലാവരും പറഞ്ഞ് അവിടെ നിൽക്ക്, 1 വർഷം 1.5 വർഷം നിൽക്കുക, എക്സ്പീരിയൻസ് ആവും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കമ്പനിയിൽ പോവാം, അങ്ങനെ കുറേ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അതിൽ നല്ല എനിക്ക് ഇവിടെ കിട്ടും എന്നുള്ളൊരു ഇത് അവരോടും പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ നോക്കിക്കോ അങ്ങനെ പറഞ്ഞിട്ട് പോന്നെ. അപ്പോൾ ഇവിടെ വരുന്നു, എനിക്കൊന്ന് 1 ടീമിൻ്റെ ക്ലാസ് 11 to 12:30 ആയിരുന്നു. അപ്പോൾ അങ്ങനെ കോഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് 1 മാസം ആയില്ല ആക്ച്വലി. ഞാനവിടെ ചേർന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വാക്ക് ഇൻ്റർവ്യൂവിന്, അതും എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് ഇങ്ങനെ MC കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിലും കിട്ടാണ്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിങ്ങനെ എല്ലാ വാക്ക് ഇൻ്റർവ്യൂവിനും പോയായിരുന്നു. ഞാൻ അവരുടെ കൂടെ ചുമ്മാ അങ്ങ് പോയതാ. ഷാഹിർ ചങ്കുറ്റം വേണ്ട, കാര്യം നമ്മൾ ടെസ്റ്റിംഗ് പഠിച്ചു തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. അല്ല, ഞാൻ ചുമ്മാ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോയതല്ല. ഞാൻ അവരുടെ കൂടെ ചുമ്മാ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ അവരുടെ കൂടെ ചുമ്മാ അങ്ങ് പോയത്. അവരെന്ന് വെച്ചാൽ ഡെവലപ്പറിൻ്റെ ഉണ്ടായിരുന്നു, ടെസ്റ്ററിൻ്റെ ഉണ്ടായിരുന്നു, കുറേ പൊസിഷനിലോട്ട് ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ടെസ്റ്റിംഗ് പഠിക്കുന്നതുകൊണ്ട് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എടുത്ത് അങ്ങനെ അറ്റൻഡ് ചെയ്ത് നോക്കി, അങ്ങനെ കിട്ടിയത്. ടെസ്റ്റിംഗ് റോളിലേക്ക് തന്നെ അറ്റൻഡ് ചെയ്തു. നമ്മൾ പഠിച്ചു തുടങ്ങിയല്ലോ, ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ആൻസർ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു ചിന്തയിൽ ടെസ്റ്റിങ്ങിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എടുത്തു, അങ്ങനെ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ്. കൂടെ വന്ന ഫ്രണ്ട്സിനും കിട്ടിയോ? ഇല്ല, എനിക്കേ കിട്ടിയോളൂ, അവർക്ക് കിട്ടിയില്ല. അതായത് ഭാഗ്യമായി പോയി. ഓക്കെ. അപ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു റൗണ്ട്സ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്? അവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ HR-ഉം CEO ആയിട്ടൊക്കെ ഒരു ഫൈനൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്നിക്കലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടെസ്റ്റിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ടെസ്റ്റിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഓക്കെ. അതായത് അപ്പോൾ അതിവിടെ പഠിച്ചു തുടങ്ങിയപ്പോൾ ആ ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. നമ്മൾ ബേസിക്സ് പഠിക്കുമല്ലോ, ടെസ്റ്റിങ്ങിന്റെ ലൈഫ് സൈക്കിള്, ബഗ് ലൈഫ് സൈക്കിള്, പിന്നെ സോഫ്റ്റ്വെയർ SDLC, പിന്നെ ടെസ്റ്റിങ്ങിന്റെ മറ്റേ നമ്മുടെ ബഗ് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ടൈറ്റിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്റെ ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അങ്ങനത്തെ ഏറെക്കുറെ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ അത് ഇവിടെ പഠിച്ച് ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതപ്പോൾ പിന്നെ പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിച്ചതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി കറക്റ്റായിട്ട്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ജോലി ഓഫർ വരുന്നു, അപ്പോൾ അതെടുത്തു. അപ്പോൾ പിന്നെ അപ്പൊ തന്നെ എടുത്തില്ല ആക്ച്വലി. അത് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. കാരണം ഞാനിവിടെ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഇതിപ്പോ 10-30 ഇത്ര രൂപ എടുത്ത് ഇവിടെ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ ജോലി കിട്ടിയാൽ അത്രയും പൈസ വെറുതെ പോകും. ഞാൻ ആക്ച്വലി മൊത്തം പേയ്മെന്റ് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ബിൽഡിങ്ങിന്റെ താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് കിട്ടിയ വലിയ കളയണ്ട, അപ്പോൾ ഭയങ്കര പാടാണ് ജോബ് കിട്ടാൻ. അങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ എന്നാ കയറിയേക്കാം, ടെസ്റ്റിങ്ങിന് ഓൺലൈനായിട്ട് അങ്ങനെ എന്തെങ്കിലും പഠിക്കാം, അങ്ങനെ വിചാരിച്ച് അവിടെ പോയി ഞാൻ കയറുവാന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇതായിരുന്നു, ഒരു തമാശ പോലെയായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്നവർക്ക്, കാരണം ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചോദിച്ചു, അതായത് നിങ്ങൾക്ക് ജോബ് വരുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കോഴ്സിന് ചേർന്നായിരുന്നു, അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കയറാൻ പറ്റുമോ, അപ്പോൾ കോഴ്സ് വെറുതെ ആവൂലേ, അങ്ങനെയൊക്കെ ഒരു മൈൻഡിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ ഓൺലൈനായിട്ട് ഞാൻ ചെയ്യാം, അതങ്ങനെ അതുകൊണ്ട് ഇവിടെ കയറുമെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കയറി. അപ്പോൾ അങ്ങനെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ 1 ടീമിൽ അതേ ബാച്ചിലേക്ക് തന്നെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ. പക്ഷേ ഓൺലൈൻ ജോയിൻ ചെയ്യുമ്പോഴും അവിടുത്തെ വർക്ക് ഒക്കെ അഫക്ട് ചെയ്യത്തില്ല, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യും. ഗൂഗിൾ മീറ്റിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 2 പേര് അവിടെ ഓഫീസിൽ വന്ന് പഠിക്കും. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന കൂടെ തന്നെ മിസ് എനിക്ക് ഓൺലൈനായിട്ട് ഇത് എടുക്കുമായിരുന്നു. മീറ്റിൽ വെച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഇതിലും കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ചെന്നിട്ട് സമയം കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കും. ആ ഓരോ ദിവസത്തെ ക്ലാസ്സും എന്താണോ പഠിപ്പിച്ചത് അത് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കും. അങ്ങനെ പഠിച്ചു. അങ്ങനെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മാനുവൽ ടെസ്റ്റർ ആയിട്ടാണോ ഓട്ടോമേഷൻ ടെസ്റ്റർ ആയിട്ടാണോ? ഇപ്പോൾ അവിടെ മെയിനായിട്ട് മാനുവലാണ് ചെയ്യുന്നത്. ഓക്കെ, മാനുവലാണ് ചെയ്യുന്നത്. സാൻജു, ഇപ്പോൾ ഒരു ടെസ്റ്ററെ അടുത്ത് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ പല ഫ്രഷേഴ്സിനും ഒക്കെ ഉള്ള ചിലർക്കെങ്കിലും ഒക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ് ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറുള്ള ജോബൊന്നും അല്ല, അല്ലെങ്കിൽ അതെന്തോ ഒരു 2ാം നിര ജോബാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലർക്ക് തെറ്റിദ്ധാരണയാണ്, അത് എല്ലാവരുടെയും ചില തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ 2ാം നിര ജോബാണ്, അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എണ്ണം കുറവാണ്, മുന്നോട്ട് സ്കോപ്പ് ഒന്നുമില്ല,
അപ്പോൾ അത് സാൻജോക്ക് എന്താ തോന്നുന്നു? സാൻജോ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നല്ലപോലെ ഇപ്പം അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആളാണ്. എന്താണ് ആ ഒരു കമൻസിനുള്ള ഒരു സാൻജോയുടെ ആൻസർ എന്തായിരിക്കും? ഇല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഡെവലപ്പറിൻ്റെ അതേ ഗ്രോത്ത് തന്നെ ടെസ്റ്ററിനുണ്ട്. കറക്റ്റ്. കാരണം ഇപ്പോൾ AI ഒക്കെ വരുന്നതുകൊണ്ട് ഡെവലപ്പർമാരുടെ എണ്ണമാണ് കുറഞ്ഞു വരുന്നത്. പക്ഷേ ടെസ്റ്ററിന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഗ്രോത്ത് ഉണ്ടാവും. കാരണം എനിക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഡെവലപ്പറാകുമ്പോൾ നമുക്ക് ചാടി നല്ല ഗ്രോത്ത്, ഹൈ പെയ്ഡ് സാലറി, നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ട് അത് മാറണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയപ്പോൾ പറഞ്ഞു ടെസ്റ്റിങ്ങിനും അതേപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും, അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടും. അങ്ങനെ എൻ്റെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല ഇപ്പം എൻ്റെ കമ്പനി തന്നെ ഞാൻ പോയി അവരുടെ ബാക്കിയുള്ള ടെസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവിടെയുള്ള ഉണ്ടായിരുന്ന ടെസ്റ്ററിന് തന്നെ അത്യാവശ്യം 80K ഒക്കെ സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡെവലപ്പറിന് ഏകദേശം അത്രയൊക്കെ കിട്ടുള്ളൂ. പിന്നെ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ആ പുള്ളി എൻ്റെ പഴയ കമ്പനിയിലുണ്ടായിരുന്ന ഒരു സീനിയർ ടെസ്റ്റർ വേറൊരു കമ്പനിയിലോട്ട് പോയി. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ 1 lakh above സാലറി ഉണ്ട്. അപ്പോൾ എന്തായാലും ഗ്രോത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. എല്ലാവർക്കും ടെസ്റ്റിംഗ് പഠിക്കാൻ പറ്റുമോ? എന്താ സഞ്ജയ്ക്ക് തോന്നുന്നത്? അതോ എല്ലാവർക്കും പ്രോഗ്രാമിംഗ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? പ്രോഗ്രാമിനേക്കാളും പഠിക്കാൻ എളുപ്പം ടെസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മളെന്ന് വെച്ചാൽ ബഗ് കണ്ടുപിടിച്ചത് റിപ്പോർട്ട് ചെയ്ത് ഫിക്സ് ചെയ്യിപ്പിച്ചാൽ മതി. ടെസ്റ്റിങ്ങിൽ ഡെവലപ്മെന്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റേഴ്സ് വരുന്ന ബഗ് ഫിക്സ് ചെയ്യൽ ഇച്ചിരി പണിയുള്ള ചില ബഗ്ഗൊക്കെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ എന്നാലും ഡെവലപ്മെന്റിനേക്കാളും കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പം ടെസ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല നമുക്ക് ഇത് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. പിന്നെ കൂടുതൽ പിന്നെ ക്ലയന്റിന്റെ മെയിലേക്കിലും കാര്യങ്ങളൊക്കെ ഫിക്സ് തരണം, ദിവസം പ്രൊഡക്ഷൻ വരും, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടെ മെന്റലി വർക്ക് കൂടുതൽ ഡെവലപ്പേഴ്സിനാണ്. ഓക്കെ. പക്ഷെ അത് പറയുമ്പോഴും ടെസ്റ്റേഴ്സിന് നിങ്ങളുടേതായിട്ടുള്ള കുറെ ചലഞ്ചസും പിന്നെ അതൊക്കെ ഉണ്ടാവുമല്ലോ. അതുണ്ടാവും. സാൻജോ പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് ഇത് ബഗ് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ വേണ്ടേ? അത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഫുൾ ടൈം റിഗ്രഷൻ ചെയ്യണം. എവിടെയെങ്കിലും ചെറിയ ബഗ് ഉണ്ടെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം. കറക്റ്റ്. പിന്നെ നമ്മളിപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ പാട് നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ ഭയങ്കര കമ്പനിയാണെങ്കിൽ ചിലത് ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞു കൊടുക്കുള്ളൂ, റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യാണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടാക്കണം. കാരണം പുറത്ത് ഇപ്പോൾ പ്രൊഡക്ഷൻ പോയി കഴിഞ്ഞാൽ ക്ലയൻറ്റ് നമ്മൾ കാണാത്ത ബഗ് ക്ലയൻറ്റ് റിപ്പോർട്ട് ചെയ്ത് നമുക്കാണ് ഇഷ്യൂ വരിക. ഡെവലപ്പേഴ്സിനെ അത് ബാധിക്കുകയില്ല. കാരണം ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ അത് പ്രൊഡക്ഷന് വിടുന്നത്. പ്രൊഡക്ഷന് വിട്ട് ക്ലയൻറ്റ് എന്തെങ്കിലും ബഗ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ടെസ്റ്ററിൻ്റെ കയ്യിലാണ് വരിക. അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഫുള്ള് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രൊഡക്ഷൻ പോകാൻ പാടുള്ളൂ. അതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കാര്യം എനിക്കൊന്ന് ക്ലയൻറ്റിന് കൊടുക്കുന്ന സാധനം അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ കാണുന്നത് നിങ്ങളാണല്ലോ അല്ലേ? നിങ്ങൾ കണ്ട് ആക്ച്വലി നിങ്ങളുടെ എസ് കിട്ടിയിട്ടില്ലേ കൊടുക്കാൻ പറ്റും. കാര്യം ഇല്ലെങ്കിൽ ക്ലയൻറ്റ് ചോദ്യമായിട്ട് വരും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പോൾ ടെസ്റ്റിങ്ങിനെ പറ്റി സാൻജോ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും ഇപ്പോൾ ഒരു ഫ്രഷറുടെ, ഇപ്പോൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സാൻജോ BCA പഠിച്ചിറങ്ങിയ സമയത്തുണ്ട്, അതൊരു ഫ്രഷറുടെ കേക്ക് കാണുന്നുണ്ട്. അയാൾക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അയാൾക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു. കോഴ്സ് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയ? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ വെബ്സൈറ്റും, ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അതൊക്കെ എന്തെങ്കിലും അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, റിപ്പോർട്ട് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അതാണ് ടെസ്റ്റിംഗ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒരു പോസ്റ്റ് ഇടാന്ന് വെച്ചോ, അപ്പോൾ പോസ്റ്റ് ഇടുമ്പോൾ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റാതിരിക്കുക, ഫോണ് ഇങ്ങനെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ മൾട്ടിപ്പിൾ ഫോട്ടോസ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, പിന്നെ അപ്ലോഡ് കൊടുക്കുമ്പോൾ അപ്ലോഡ് ആവാതിരിക്കുക, ഇങ്ങനെ ഇപ്പോൾ ഒരു സോങ് സെലക്ട് ചെയ്യുമ്പോൾ അത് പ്ലേ ആവാതിരിക്കുക, ഇതൊക്കെ ബഗ്ഗുകളായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ബഗ്ഗുകൾ വരാം. ബഗ് എന്ന് പറയുന്നത് ശരിക്കും എറേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ക്രോൾ ആവാതിരിക്കുക, അതൊക്കെ ഓരോ ബഗ്ഗുകളാണ്. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി ഒരു ക്ലയന്റ്, നിങ്ങൾ ഫിക്സ് ചെയ്യണ്ട, ഞങ്ങളല്ല ഡെവലപ്പേഴ്സ് ബഗ് റിപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ ബഗ്ഗുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഡെവലപ്പേഴ്സിനെ കൊണ്ട് ഫിക്സ് ചെയ്യിക്കുക. ഫിക്സ് ചെയ്തിട്ട് ക്ലയന്റിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഗ് ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യുക. അതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്ററിന്റെ റോള്. ഇനി ഇതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ടല്ലോ, മാനുവലും ഉണ്ട്, ഓട്ടോമേഷനും ഉണ്ട്. ഇത് തമ്മിൽ എന്താണ് ഇതിന്റെ ഒരു സംഭവം? മാനുവൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റേഴ്സ് എഴുതണം. അതായത് ഇപ്പോൾ ഒരു ലോഗിൻ പേജിന്റെ എന്ന് വെച്ചാൽ യൂസർ നെയിം കറക്റ്റായിട്ട് അടിക്കണം, ഇൻവാലിഡ് ആയിട്ട് അടിക്കണം, ഇത്ര ക്യാരക്ടേഴ്സിന്റെ അബോവ് പോകാൻ പാടില്ല, സ്പേസ്, അങ്ങനെ പല പല ടെസ്റ്റേഴ്സസ് ഉണ്ട്. അതെല്ലാം വെച്ച് ഇങ്ങനെ യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ പേജിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ടെസ്റ്റേഴ്സസ് എഴുതി അതെല്ലാം പറഞ്ഞ ഈ ടെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആവണല്ലയോ എല്ലാം നോക്കി മാനുവലി അത് ഓക്കെ ആക്കുക. ഓക്കെ ആണോ ചെക്ക് ചെയ്യുക, അതാണ് മാനുവൽ ടെസ്റ്റിംഗ്. ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതും,
ജാവയിലാണ് എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലാണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും, അതായത് യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതെല്ലാം കൂടെ മാനുവൽ സ്ക്രിപ്റ്റ് വഴി ചെയ്ത് കൊടുക്കുക. അത് കോഡിങ് പ്രോഗ്രാം പോലെ. അപ്പോൾ അത് സിസ്റ്റം ചെയ്തോളും, നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായി. അപ്പോൾ നമ്മളിങ്ങനെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യേണ്ട, എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് ഒക്കെയാണ് ഈ സെലേനിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതണം, ചെറിയ രീതിയിൽ അപ്പോൾ ഈ അവിടെ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ടോ? ചെറുതായിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് പഠിച്ച ആൾക്കാർക്ക് അതൊന്നും ഒരു ജാവയുടെ ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പം എനിക്കൊന്ന് ടെസ്റ്റിങ്ങിലേക്ക് വരണം എന്നുള്ള ഇപ്പോൾ ഒരു BCA പഠിക്കാത്തവർക്കാണെങ്കിൽ പോലും അല്ലേ, ഇപ്പോൾ ഒരു ബേസിക് ഫിസിക്സോ അല്ലെങ്കിൽ ഈവൻ BCom ആണെങ്കിൽ പോലും അവർക്ക് ഒന്ന് ശ്രമിച്ചാലേ പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ് ഇനിയിപ്പോൾ സാൻജോ മുന്നോട്ട്? എനിക്കൊരു സാൻജോയ്ക്ക് ഒരു എല്ലാ കാര്യങ്ങളും കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്, അതായത് കേൾക്കുമ്പോൾ. അതോ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ, ഇനി എവിടെ കരിയറിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളത്? അതായത് ഇനിയിപ്പോൾ ഒരു ചാടി കളിക്കാണ്ട് ഇവിടെ തന്നെ ഒരു 1.5 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ഒരു MNCയിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ കരിയർ സെറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു എക്സ്പീരിയൻസ്, ഒരു മിനിമം ഒരു ഇത്ര ലെവൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമ്മൾ അതിനകത്തോട്ട് പോയാൽ അവിടെ ചിലപ്പോൾ ഒന്നും പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ചെറിയ കമ്പനി ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എക്സാക്ട്ലി. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു 2 വർഷം ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഒരു MNC കയറി കരിയർ സെറ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ ചെറിയ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്പർ ഓഫ് എംപ്ലോയീസ് വൈസൊക്കെ ആയിരിക്കും ചെറിയ കമ്പനി, പക്ഷേ അവിടെ ഒരു ഗുണമാണല്ലോ ഇപ്പോൾ സാൻജോ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടും അല്ലേ, അതാണോ ഉദ്ദേശിച്ചത്? അതെ, നമുക്കിപ്പോൾ ചെറിയ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല രസമാണ്, കാരണം അധികം ആൾക്കാരില്ല, നമ്മൾ വലിയ ക്ലയൻറ്റുമായിട്ട് ഇതാക്കുന്നില്ല, നമ്മുടെ ഒരു ഇൻ്റർഫേസിൽ നല്ല രസമായിട്ട് കൊളീഗ്സ് എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരോട്ടും ഈക്വലി നല്ല ഡെവലപ്പേഴ്സായിട്ടും ടെസ്റ്റേഴ്സായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഒന്നുമില്ല, നല്ല രസമാണ്. നമ്മൾ പറയുന്നത് അവർ ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇൻട്രാക്ഷൻസ് കൂടുതലാണ്, എല്ലാവരുമായിട്ട് നമുക്ക് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു MNCയിലൊക്കെ ആണെങ്കിൽ ഒരു ടീം വേറെ തന്നെ ആയിരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്ന ഒരാളാന്ന് ഫിക്സ് ചെയ്യും, അപ്പോൾ ഫിക്സ് ചെയ്ത് തരും, അപ്പോൾ നമ്മൾ ഓക്കെ അടിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഫ്രണ്ട്ലി വൈബിൽ ചെയ്യാൻ പറ്റും. MNCന്ന് വെച്ചാൽ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട്, അതായത് റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ സംസാരിക്കൽ കുറവായിരിക്കും, കാരണം അത്യാവശ്യം സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതെ, എല്ലാം നമ്മൾ സിസ്റ്റത്തിൽ വഴി റിപ്പോർട്ട് ചെയ്യുന്നു, അവർ ഫിക്സ് ചെയ്ത് ഓക്കെ ഇരുന്ന് മാത്രം നമ്മൾ ഡണ്ണാക്കുന്നു. അപ്പോൾ ഒരു ഇത് കിട്ടാവില്ല. നല്ലൊരു ഇതാണ്, രസമാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പഠിക്കാനുള്ള അവസരങ്ങളും കൂടുതലായിരിക്കും, അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു പ്രൊജക്റ്റിനകത്ത് ഇങ്ങോട്ട് ഇൻവോൾവ്മെന്റ് കൂടുതലായിരിക്കും. മറ്റേത് മേ ബി ഒരു വലിയ പ്രൊജക്റ്റിന്റെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇവിടെ A to Z എക്സ്പോഷർ കിട്ടുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഓരോ ടെസ്റ്റേഴ്സിനും ഓരോ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ പ്രൊജക്റ്റിന്റെ കാര്യം നോക്കുക, ഇപ്പോൾ വേറൊരാൾക്ക് ഇപ്പോൾ ആ പ്രൊജക്റ്റിൽ വലിയ പണിയൊന്നുമില്ല, ഏറെക്കുറെ ബഗ്ഗൊക്കെ ഫിക്സ് ആയെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാ പ്രൊജക്റ്റിലും ഇൻവോൾവ് ആവാൻ പറ്റും. അപ്പോൾ അങ്ങനെ രസമാണ്. ഓക്കെ. അതിനിടയ്ക്ക് ഇപ്പോൾ ഇൻഫോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഈ കമ്പനി ഇൻഫോപാർക്കിലാണ്. അപ്പോൾ ഇൻഫോപാർക്കിൽ ഒരു വൈബ് എങ്ങനെയുണ്ട്? ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ ഡ്രീം ലൊക്കേഷൻ ആണല്ലോ ഇൻഫോപാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോപാർക്കിലേക്ക് വരണം, അവിടെ വർക്ക് ചെയ്യണം, ഏത് കമ്പനിയാണെങ്കിലും കുഴപ്പമില്ല, ഇൻഫോപാർക്കിലകത്ത് കയറണം. എനിക്കൊന്നത് സാൻജോയ്ക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും ആ സമയത്തൊക്കെ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനോട് ഇപ്പോൾ നീല് പുറത്തുന്നുണ്ടോ? അങ്ങനെയാണോ ഇൻഫോപാർക്കിൽ വൈബ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇൻഫോപാർക്കിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ഇൻഫോപാർക്കിലാണ് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ അവർക്ക് അറിയണമെന്നില്ല. ഇൻഫോപാർക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, IT ഹബ്ബാണ്. അതെ, അതുകൊണ്ട് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇൻഫോപാർക്കിലാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്. കാരണം ഇപ്പോൾ വേറെ ഇപ്പോൾ ചെറിയ അവിടെ ഇവിടെയും സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല വൈബാണ്, കാരണം ഫ്രണ്ട്സ് എല്ലാവരും ഇൻഫോപാർക്കിലാണ്. അപ്പോൾ രസമാണ്. ഓക്കെ. അപ്പോൾ രാവിലെ എപ്പോൾ കയറണം, എപ്പോൾ ഇറങ്ങാൻ പറ്റും? രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയാണ് ടൈമിങ്. പിന്നെ 9:30ക്കാണ് സ്റ്റാൻഡപ്പ് കോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും 9:30ക്ക് സ്റ്റാൻഡപ്പ് കോളിൽ കയറാൻ പാകത്തിന് കയറിയാൽ മതി. സ്റ്റാൻഡപ്പ് കോൾ പറഞ്ഞാൽ ആ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഒരു ഡേ പ്ലാനിങ് അല്ലേ? ഓക്കെ. മീറ്റിംഗ്. അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് സാൻജോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സാൻജോയുടെ സ്റ്റോറി ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഈ IT ഇൻഡസ്ട്രിയിൽ കോഡിങ് മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഓപ്ഷനുകളിൽ ഒന്നാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അധികം പേര് എക്സ്പ്ലോർ ചെയ്യാത്ത, ചിലർക്കെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്. ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ഇനി ഫ്യൂച്ചറില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്ന സ്ഥാനത്താണ് സാൻജോ പോലെ ഒരാൾ ടെസ്റ്റിംഗ് പഠിച്ച് അദ്ദേഹം കോഴ്സ് പഠിച്ച് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 1 മന്തിനകം തന്നെ
ഒരു ജോലി കണ്ടെത്താൻ സാധിച്ചതും ഇപ്പോൾ ടെസ്റ്ററായിട്ട് ഇൻഫോ പാർക്ക് ബേസിലുള്ള കമ്പനി വർക്ക് ചെയ്തു. അപ്പോൾ സാൻജോയുടെ സ്റ്റോറി ഒരുപാടൊക്കെ ഇൻസ്പിറേഷൻ ആവും എന്നാണ് കരുതുന്നത്. സോ സാൻജോ, വൺസ് അഗൈൻ താങ്ക് യു ഫോർ കമ്മിങ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനിയും കാണാം. താങ്ക് യു.